അസ്സലാമു അലൈക്കും. കുറച്ച് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു 4 വിസിൽ കേൾക്കത്തക്ക രീതിയിലാണ് ഈ കടല നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി അതിന് ശേഷം ഒരു ബൗളിലോട്ട് മൈദാമാവാണ് എടുക്കുന്നത്. അത് 250 ml ഒരു കപ്പിൽ 2 കപ്പ് മൈദാമാവും 120 ml കപ്പിൽ 1 കപ്പ് റവയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഭട്ടൂരായും ചോള മസാലയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഭട്ടൂരയും ചോള മസാലയും. ചോള മസാല എന്നോ ചെന്ന മസാല എന്നോ ഒക്കെ പറയാം. അപ്പം ഈ മൈദാമാവിനകത്തോട്ട് ഉപ്പ് ചേർത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. ഒരുപാട് പുളിച്ച തൈരങ്ങ് ചേർക്കരുത്. അപ്പോൾ അത് ഞാനൊരു 3/4 കപ്പ്, അതായത് 120 ml കപ്പിൽ ഒരു 3/4 കപ്പ് തൈര് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടത്, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുവിധം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭട്ടൂരയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇനി അത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് സവാള, 2 ടൊമാറ്റോ, ഒരു 3-4 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയും പച്ചമുളകും ടൊമാറ്റോ ഒക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് പട്ടയും ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്ത ശേഷം ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാവെല്ലാം കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കടലയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 വിസിൽ കേൾപ്പിച്ച് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭട്ടൂരയുടെ മാവെല്ലാം കുഴച്ച് മാറ്റി വെച്ച ശേഷം നമ്മൾ ഈ ചോള മസാല തയ്യാറാക്കി നിന്നാൽ അത് എല്ലാം റെഡി ആകുമ്പോഴത്തേനും ഭട്ടൂരയുടെ മാവെല്ലാം നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓരോരോ രീതിയിൽ നമ്മൾ ഓരോ സമയം എടുത്തങ്ങ് ചെയ്ത് വെച്ചാൽ നമുക്കിതെല്ലാം കറക്റ്റ് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ജീരകവും ഇതുമെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് സവാളയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കുറേ നേരം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം അതൊരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. ചതച്ചതായാലും മതി, നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും അത് ഒഴിഞ്ഞ് സൈഡിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് സവാളയും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ കൂടെ ഇഞ്ചിയൊക്കെ നല്ല വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഞാൻ ചെറിയ രീതിയിലാണ് ടൊമാറ്റോയും കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല വഴണ്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് വെന്ത് കിട്ടാൻ പ്രയാസം കാണത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇത് ഗ്രേവി ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഇത് കൂട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു നടുമധ്യത്തിലോട്ടായിട്ട് ഇപ്പോൾ ഫ്ലെയിമെല്ലാം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയുമാണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് നന്നായിട്ട് നമ്മൾ അതും ഒന്ന് വറുത്ത് ഒന്ന് പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന മസാല എവറസ്റ്റിൻ്റെ ചോള മസാലയാണ്. അപ്പോൾ ചോള മസാല ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു മണവും രുചിയൊക്കെ കിട്ടാനാണ് ഈ മസാലയും കൂടെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ മസാലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റ് ചോള ഭട്ടൂരയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മസാല കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ
ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത തന്നെ ഗരം മസാലപ്പൊടിയും കൂടാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടിവകകൾ ഇത്രയൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കടല എടുത്ത് വെന്തോന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാലയും കടലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത് സ്റ്റീലിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കയറി അടിക്ക് പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഈ മസാല തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ന മസാലയൊക്കെ നല്ല അടിപൊളി മണവും നല്ല ഒരു ടേസ്റ്റോടു കൂടി നമുക്ക് ഇത് തയ്യാറായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല വേവിക്കാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഗ്രേവിയും കടലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം ഉപ്പ് കുറവ് വരും. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം കടലയ്ക്ക് ചാറൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ കടല വേവിക്കാനെടുത്ത വെള്ളം തന്നെയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാറ് കുറവായതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആ കറക്റ്റ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബട്ടൂര തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടവും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളതുമായ ചോള മസാലയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചോള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയോ പുതിനയിലയോ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാനിവിടെ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില മാത്രം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാതായിപ്പോയി. അപ്പോൾ അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടൂരയുടെ മാവെല്ലാം കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ നമ്മളിത് വലിയ പ്രയാസമില്ലാതെ തന്നെ കുഴച്ച് വെച്ചതാണ്. ഒരുപാട് പേഞ്ഞൊന്നും വെച്ച സാധനമല്ല. ഇതല്ലാണ്ട് തന്നെ അത്രയും സമയം ഇരുന്നപ്പോഴത്തേനും 1 മണിക്കൂറോളം ഞാനിത് അടച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ബട്ടൂരയുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമ്മുടെ ബട്ടൂരയുടെ അളവ് എത്ര വലിപ്പത്തിൽ വേണം, എത്ര കട്ടിക്ക് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനമാണ്. അതിനനുസരിച്ച് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 10 ബോളായിട്ടാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അത്രയും മാവിനകത്തുനിന്ന് ഞാനൊരു 10 ബോളായിട്ട്, അപ്പോൾ ആ ഒരു അളവിലാണ് ഞാനിത് വട്ടൂര പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത് വേണമെങ്കിൽ ഒരു 6 ബോളായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അപ്പോൾ അത്രയും വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. അങ്ങനെയും നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ബോളാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു കട്ടിംഗ് ബോർഡിലോട്ട് ഞാൻ മാവൊക്കെ ഒന്ന് തൂവിയ ശേഷം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ബോൾസായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളെടുത്ത് നമ്മൾ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒരുവിധം കട്ടിക്കാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. എങ്കിലേ ഇത് നന്നായിട്ട് പൊള്ളി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പൊള്ളി കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുവിധം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴും ബട്ടൂര കിട്ടുന്നത് നല്ല പൊങ്ങിയുള്ള രീതിയിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നത് തന്നെ ഇങ്ങനെ ഒരുവിധം കട്ടിക്കായിരിക്കും അവർ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കും പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അപ്പം ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളച്ച് കിട്ടണം. ഒന്ന് തിളച്ച് കിട്ടുന്ന സമയം വരെ നമുക്ക് നോക്കിയതിന് ശേഷമാണ്, എന്നിട്ടൊരു ചെറിയ മാവിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊങ്ങി വരുന്നോന്നൊന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ബട്ടൂര പരത്തിയത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പരത്തി വെച്ച ബട്ടൂര നമുക്ക് ഈ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊന്നും കുറയ്ക്കരുത്. ആ ഫ്ലെയിമിൽ തന്നെ കിടന്നാലേ നമുക്കത് പൊങ്ങിയൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ
നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് പരത്തിയെടുത്ത ബട്ടൂര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതുകൊണ്ട് കണ്ണാപ്പ കൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് താഴ്ത്തി ഒക്കെ ഒന്ന് കൊടുക്കുകയും സൈഡൊന്ന് താഴ്ത്തി വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് അത് വേണ്ട ഒന്ന് നല്ല പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് പൊള്ളിച്ചെടുത്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബട്ടൂരാന്ന് എണ്ണയിൽ കിടന്ന് ഒരുപാട് മൂത്ത് പോയാലും ഇത് നമുക്ക് ശരിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു അളവിൽ നമുക്കിത് പൊള്ളിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ പൊള്ളിച്ചെടുക്കുന്ന കണക്ക് അതേ രീതിക്ക് തന്നെ നമുക്ക് ബട്ടൂരയും പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടൂരയും ചോള മസാലയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്, മടിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും റെസിപ്പികൾ വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടൂരയും ചോള മസാലയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഈ ബട്ടൂരയൊക്കെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ദാണ്ട അടിപൊളിയായിട്ട് നമ്മുടെ ബട്ടൂര കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടാണ് നമ്മുടെ ബട്ടൂര കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അടിപൊളി ബട്ടൂര നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല രുചിയായിട്ട് വരുന്നത്. അല്ലാതെ ഉണ്ടാക്കി ഒരുപാട് നേരം വെച്ചേക്കരുത്. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.